അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹജ്ജ് പെരുന്നാളിൻ്റെ മാസമാണ് വരാൻ പോകുന്നത്. ദുൽഹിജ്ജ, ദുൽഖഅദ് കഴിയാനായി. ഉളിയത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു മാസമാണ്. ഉളിയത്ത് ഒരു നാടിൻ്റെ ഐശ്വര്യമാണ്. ഒരു മിക്ക നാടുകളിലും ഉളിയത്ത് വളരെ വിപുലമായിട്ട് തന്നെ ഉണ്ടാവും. സുന്നത്ത് എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മുഅക്കദായ സുന്നത്തും കൂടിയാണ്. മിക്ക നാടുകളിലും ഒരുപാട് ഉളിയത്ത്, അതായത് 10, 15, 20 അറക്കുന്ന നാടുകളുണ്ട്. അത് ആ നാട്ടിന് വലിയ ബറക്കത്താണ്, ഐശ്വര്യമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇപ്പോഴും പലപ്പോഴും അതിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കാത്തവരുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. പല മഹല്ലുകളായാലും നാട്ടുകളിലായാലും അതിനങ്ങനെ വലിയ പ്രാമുഖ്യം കൊടുക്കുന്നത് കാണാൻ പറ്റില്ല. അപ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഉളിയത്തിൻ്റെ രക്തം ആദ്യം വീഴുന്ന രക്തത്തുള്ളിക്ക് എത്രയോ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് ഹദീസിൽ കാണാനുള്ളത്. അതുപോലെ ഉളിയത്ത് അറക്കുന്നതിൻ്റെ വിധി പറയുന്നിടത്ത് നമുക്കറിയാം, ഒരാളെ കൊണ്ട് പറ്റൂലെങ്കിൽ, നമ്മൾ ഒരാൾക്ക് പറ്റാത്തതാണെങ്കിൽ ഒരു പോത്തിനെ മേടിച്ച് അറക്കണമെങ്കിൽ അതിനെ പറ്റി വലിയ ചിലവാണ്. പക്ഷേ അത് പറ്റാത്തതുകൊണ്ട് ഒരു ഉളിയത്തിൽ, പോത്താണെങ്കിൽ എരുമയാവട്ടെ പോത്താവട്ടെ, അതിൽ 7 പേർക്ക് പങ്കുകൊള്ളാമെന്നാണ്. ഹബീബായ തങ്ങളപ്പനും സഹാബത്ത് അങ്ങനെ അറുത്തതായി ഹദീസിൽ കാണാൻ കഴിയും. അപ്പം അതിനത്രയും മഹാത്മ്യമുള്ളതുകൊണ്ടാണ്. ഉളിയത്ത് വളരെ പവിത്രമായൊരു കർമ്മമാണ് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ. അതുപോലെ ഹബീബായ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോൾ മദീനയിലുണ്ടായിരുന്ന 10 വർഷവും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ ഉളിയത്ത് അറുത്തതായി ചരിത്രത്തിൽ കാണാൻ കഴിയും, ഹദീസിൽ കാണാൻ കഴിയും. ഏതായാലും ഉളിയത്ത് അത് പറയാൻ വേണ്ടിയാണ്, അത് മഹത്തരമാണ്. ആ ഉളിയത്തിന് പറ്റുന്നവർ, ഒറ്റക്കറക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പങ്കു ചേർന്നെങ്കിലും 7 പേരിൽ ഒരാളാകാനെങ്കിലും ഞാനും നിങ്ങളും ശ്രമിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. വളരെ പുണ്യമുള്ള ഒരു കർമ്മമാണ്. ചെയ്യാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. മറക്കാതെ ഞാനും നിങ്ങളും അതിലൊരു പങ്കാളിയാവാൻ തയ്യാറാവണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.